ഹാൻഡ് ബി കപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഇതുപോലെ ഭംഗിയുള്ള ചെടിച്ചട്ടികളാണ് ഇന്ന് ഈ വീഡിയോയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഇതിനായി ആദ്യം നമുക്ക് 2 ലിറ്ററിൻ്റെ കാലി ബോട്ടിൽ എടുക്കാം. ഈ ബോട്ടിൻ്റെ മുകൾ വശം നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ മുകളിൽ കാണുന്ന ലൈനിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത ശേഷം കത്രി ഉപയോഗിച്ച് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഈ കാണുന്ന ഫസ്റ്റ് ലൈനിലാണ്. അടുത്ത ബോട്ടിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൈനിൽ കട്ട് ചെയ്തെടുക്കാം. ചെറിയ വ്യത്യാസത്തിൽ കട്ട് ചെയ്ത 2 ബോട്ടിലും ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. മുറിച്ചു മാറ്റിയ മുകൾ വശം എടുത്ത് ഒന്നും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അടുത്ത ബോട്ടിലിനെ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് പച്ച കളർ ബോട്ടിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ലൈനിൽ ഒരു ബോട്ടിലും സെക്കൻഡ് ലൈനിൽ ഒരു ബോട്ടിലും കട്ട് ചെയ്തെടുക്കാം. അടുത്ത നമുക്ക് 2 ബോട്ടിലും ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ 2 ജോയിൻ ചെയ്തതിലേക്ക് ബോട്ടിൽ മൂടിയുടെ വട്ടത്തിനനുസരിച്ച് നമുക്കൊരു ഹോൾട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു മാർക്കർ ഉപയോഗിച്ച് ബോട്ടിൽ ഹോളിന്റെ വട്ടത്തിനനുസരിച്ച് ബോട്ടിലിൽ 2 വശത്തായിട്ട് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വരച്ചെടുത്ത ഭാഗം ഇതുപോലൊരു സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് നമുക്ക് ഹോൾ ചെയ്തെടുക്കാം. ഇതുപോലെ അടുത്ത ബോട്ടിലും കൂടെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് ഈ ഹോളിലേക്ക് ബോട്ടിലിന്റെ മുകൾ വശം കട്ട് ചെയ്ത ഭാഗം ക്യാപ്പ് അഴിച്ച് ഉള്ളിലേക്കിട്ട ശേഷം ഉള്ളിലൂടെ ക്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെടി വയ്ക്കുന്നതിനായിട്ട് ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായി ഒരു മാർക്കർ ഉപയോഗിച്ച് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത 2 ബോട്ടിൽ യോജിപ്പിച്ച് നടുഭാഗത്തായിട്ട് നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം.
ഇനി ബോട്ടിലുകൾ പെയിൻറ് അടിച്ചു കൊടുക്കാം. എല്ലാ ബോട്ടിൽ പോട്ടുകളും പെയിൻ്റ് അടിച്ച് നല്ലോണം ഉണങ്ങിയ ശേഷം മണ്ണ് നിറച്ച് ചെടി വെച്ച് കൊടുക്കാം. ഈ ചെടികളെല്ലാം ഒന്ന് നനച്ചു കൊടുക്കാം.